Good morning, my dears. Today, our next topic is components of IFRS. IFRSന്റെ കമ്പോണൻസിനെ കുറിച്ചും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചുള്ള കമ്മിറ്റീസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. Then, components of IFRS. That is, International Financial Reporting Standards is a set of high quality and globally accepted financial reporting standards developed by the International Accounting Standard Board. അതായത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈസ് എ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ആൻഡ് ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്യുന്നപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കമ്പോണൻസ് ഓഫ് IFRS ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. കമ്പോണൻസ് ഓഫ് IFRS. കമ്പോണൻസ് ഓഫ് IFRSലെ ദെൻ എന്താണ് IFRS എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് എ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ആൻഡ് ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഹൈ ക്വാളിറ്റി ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് IFRS എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇൻ pursuit of this goal, the IASB works in close cooperation with, അതായത് ഇങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. ദെൻ ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ദിസ് ഗോൾ, അതായത് അത് അച്ചീവ് ചെയ്യാനായിട്ട് IASB വർക്ക്സ് ഇൻ ദ ക്ലോസ് കോപ്പറേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറൗണ്ട് ദ വേൾഡ്, ഇൻക്ലൂഡിംഗ് investors, national standard setters, regulators, auditors, academics and others who are interested in the development of high quality global accounting standards. Regional and national standard setting bodies are important participants in IASB's standard setting process. അതിൽ പറയുന്നത് ഈ പറയുന്ന ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനായിട്ട് ദെൻ അവിടെ ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ദിസ് ഗോൾ IASB വർക്ക്സ് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് വളരെയധികം ക്ലോസ് കോപ്പറേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ആയിരിക്കാം, റെഗുലേറ്റേഴ്സ്, ഓഡിറ്റേഴ്സ്, academics and other who are interested in the development of high quality global accounting standards. Regional and national standard setting bodies are important participants in IASB's standard setting process. ഇനി ഇവരുടെയൊക്കെ ഹൈലി കോപ്പറേഷനോട് കൂടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ പറയുന്ന കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്? കമ്പോണൻറ്റ്സ് ഓഫ് IFRS. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കമ്പോണൻറ്റ്സിലെ ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ financial reporting standards. International financial reporting standards. Second one is international accounting standards. International accounting standards, international IFRS, then IAS, international accounting standards. Then third one is interpretation originated by
International Financial Reporting Interpretations Committee. Interpretations Committee, that is IFRIC. Then fourth one is interpretations issued by former standing Interpretations Committee. Standing Interpretations Committee, that is SIC. കണ്ടോ, ഇതാണ് കമ്പോണൻസ് ഓഫ് IFRS എന്ന് പറയുന്നതിലെ. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡ് വൺ ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, തേർഡ് വൺ ഈസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഒറിജിനേറ്റഡ് ബൈ ദ ഇൻ്റർനാഷണൽ Financial Reporting Interpretations Committee, then interpretations issued by former Standing Interpretations Committee. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് IFRS. ഇതൊക്കെ ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഇത്, ദറ്റ് ഈസ് IFRS എന്ന് പറയുന്നത്. പ്രസൻ്റ്ലി ദർ ആർ 15 international financial reporting standards and international accounting standards and 18 INFRIC interpretations and 8 SIC interpretations. Then ഇവിടെ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ 15 points, then 28 international accounting standards and 8 INFRIC interpretations and 18 INFRIC interpretations and 8 Standing Interpretation Committee interpretations. ഇത്രയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് IFRIC, ദാറ്റ് ഈസ് IFRIC, അതിൽ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻസ് കമ്മിറ്റി. The IFRIC is the interpretative body of the International Accounting Standards Board. The members provide the best available technical expertise and diversity of international business and market experience relating to the application of IFRS standard. Then IFRIC is the interpretative body of the International Accounting Standard inde oru interpretative body aanu IFRIC ennu parayunnu. The members provide the best available technical expertise and diversity of international business and market experience relating to the application of IFRS standards. Interpretations Committee responds to the question about the application of the standards and does other work at the request of the board. The committee comprises 14 voting members appointed by the trustees of the IFRS Foundation. Following are the interpretations of International Financial Reporting Interpretations Committee. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ നോക്കാം ഏതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻസ് കമ്മിറ്റിയുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ഏതൊക്കെയാണ്, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെ ഇൻ്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ആണ് നമുക്ക് അടുത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ദെൻ അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് IFRIC 1, ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് ഡീകമ്മീഷനിങ് റിസ്റ്റോറേഷൻ ആൻഡ് സിമിലർ ലയബിലിറ്റീസ്. ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് ഡീകമ്മീഷനിങ് റിസ്റ്റോറേഷൻ ആൻഡ് സിമിലർ ലയബിലിറ്റീസ്. IFRIC 2, members shares in cooperative entities and similar instruments. That is, members shares in cooperative entities and similar instruments. IFRIC 4, that is determining whether an arrangement contains a lease. Then 5, right to interest arising from decommissioning, restoration and environmental rehabilitation funds. IFRIC 6, liabilities arising from
participating in a specific market, waste, electrical and electronic equipments. IFRIC 7, applying the restatement approach under IAS 29, financial reporting in hyperinflationary economies. IFRIC 9, reassessment of embedded derivatives. IFRIC 10, interim financial reporting and impairment. IFRIC 2, service concession arrangement. Then IFRIC 13, customer loyalty programs. IFRIC 14, the limit on a defined benefit asset, minimum funding requirement and their interaction. Agreement for the construction of real estate. 16, hedges of a net investment in foreign operation. 17, distribution of non-cash asset to owners. IFRIC 18, transfers of assets from customers. IFRIC 19, extinguishing financial liabilities with equity instruments. IFRIC 20, stripping cost in the production phases of a surface mine. IFRIC 21, levies. ഇത്രയാണ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു 8 പോയിൻറ്റ്സ് ആണ്. ആ 8 പോയിൻറ്റ്സ് സ്റ്റാൻഡിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റീസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ദെൻ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. The SIC of the International Accounting Standard Board considers on a timely basis accounting issues that are likely to receive divergent or unacceptable treatment in absence of authoritative guidance. Its interpretations are called SICs. ആ ഇൻ്റർപ്രിട്ടേഷൻസിനെയാണ് പിന്നീട് സ്റ്റാൻഡിംഗ് ഇൻ്റർപ്രിട്ടേഷൻസ് എന്നുള്ളതിൽ അറിയപ്പെടുന്നത്. The important standing interpretations points are 6, 7, introduction of the euro. Then SIC 10, government assistance. SIC 15, operating leases incentive. SIC 25, income tax, changes in the tax status of an entity or its shareholders. SIC 27, evaluating the substance of transactions involving the legal form of a lease. SIC 29, service concession arrangements disclosure. SIC 31, revenue barter transactions involving advertising services. SIC 32, intangible asset website cost. പ്രോസസ് ഓഫ് സെറ്റിംഗ് ദെൻ ഇത്രയാണ് അവർ പറയുന്നത്. ഇനി പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS. അപ്പോൾ ഇത്രയും റെക്കമെൻഡേഷൻസ് എല്ലാം എടുത്തുകൊണ്ട് നെക്സ്റ്റ് പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The Financial Accounting Standard Board accomplishes its mission of setting IFRS through a comprehensive and independent process that encourages broad participation of all stakeholders. The rules of procedures describe the operating procedure of FASB. An important principle guiding the FASB, that is Financial Accounting Standard Board. An important principles guiding the FASB, Financial Accounting Standard Board, work is to issue standards when the expected benefit of the change justify the perceived cost of that advantage. FASB has developed a plain language, that is cost benefit analysis summary, that explains how the consideration of benefit and cost is integrated throughout the standard setting process of that is Financial Accounting Standard Board. Then അതിൽ കുറച്ച് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാനുള്ളത്, ഹൈ ലെവൽ ഓവർവ്യൂ ഓഫ് ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്
The process involving is ഏതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് കൂടെ നോക്കാം. The board identifies financial reporting issues based on request or recommendation from stakeholders or through other means. Process of setting IFRS സെറ്റ് ചെയ്യുന്നതിലെ ഹൈ ലെവൽ ഓവർവ്യൂ ഓഫ് ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഈസ് എസ്റ്റാബ്ലിഷ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈ ലെവൽ ഓവർവ്യൂ ഓഫ് ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് എസ്റ്റാബ്ലിഷ്. ദ പ്രോസസ് ഇൻവോൾവ്സ് ദ ഫോളോയിങ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് the board identifies financial reporting issues based on request or recommendations from stakeholders or through other means. The board identifies the financial reporting issues based on request or recommendations from stakeholders or through other means. അതായത് ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. The board identifies financial reporting issues board identify ചെയ്തിട്ടുണ്ട്. The board identifies financial reporting issues based on request or recommendations from stakeholders or through other means. അതായത് സ്റ്റേക്ക്ഹോൾഡേഴ്സിൻ്റെയും മറ്റും റെക്കമെൻഡേഷൻസും റിക്വസ്റ്റും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. Then the FASB decides whether to add a project to the technical agenda based on the staff prepared analysis of the issues. Then third point is board deliberates at one or more public meetings the various reporting issues identified and analyzed by the staff. The FASB issues an exposure draft to solicit broad stakeholder input. Then the board hold a public round table meeting on the exposure draft if necessary. Then sixth point is the staff analysis, comment letters, public round table discussion and all other information obtained through due process activities. Seventh one, the board re-deliberates the proposed provisions carefully considering the input received from the stakeholders. The board issues an accounting standards update describing amendments to the accounting standards codification. ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് IFRS എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ദെൻ ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൺസിഡർ ചെയ്തിരിക്കുന്ന ഹൈ ലെവൽ ഓവർ ഓഫ് ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഈസ് എസ്റ്റാബ്ലിഷ്. ദ പ്രോസസ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. ഇത്രയും പോയിൻറ്റ്സുകൾ, അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ബോർഡ് ഐഡൻറ്റിഫൈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ബേസ്ഡ് ഓൺ റിക്വസിറ്റ് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ സ്റ്റേക്ക്ഹോൾഡേഴ്സിൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പോയിൻ്റാണ്. FASB decides whether to add project to the technical agenda based on the staff prepared analysis of the issues. പിന്നെ അതുപോലെ തന്നെ the board deliberate at one or more public meetings the various reporting issues identified and analyzed by the staff. FASB issues an exposure draft to solicit broad stakeholder input. The board holds a public round table meeting on the exposure draft if necessary. The staff analysis, comment letters, public round table discussion and all other information obtained through due process activities. The last one is the board issues an accounting standard update describing amendments to the accounting standard codification. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലാസ് ഓൺവേഡ്സ് ജാസ്മിസ് ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. What is financial reporting and explain its objectives? Then ആ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് financial reporting is the communication of financial information of an enterprise to the external world. It is the process of producing statements that disclose an organization's financial status to the management, investors and their stakeholders.
അപ്പോൾ ദറ്റ് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡിസ്ക്ലോസ് ആൻ ഓർഗനൈസേഷൻസ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ടു ദ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദെയർ ഷെയർ ഹോൾഡേഴ്സ്. Then, what are the main objectives of financial reporting? Financial reporting should provide useful information to the present and potential investors. It should provide information to help investors, creditors and others. Then third point, it should provide information about economic resources. It should furnish information about an enterprise financial performance. അങ്ങനെ നമ്മളൊരു 10 പോയിൻറ്റോളം പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് സമ്മറൈസ് ചെയ്യാം. ദെൻ അതിൽ what is meant by financial reporting and explain its objectives. Then next, who are the users of financial statement? Financial statement യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ബാങ്കേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, റിസർച്ചേഴ്സ്, മാനേജ്മെൻറ്റ്, ഡയറക്ടേഴ്സ്, ഓണേഴ്സ്, എല്ലാവരും നമുക്ക് എന്തരം യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. And then explain the objective of financial statement. Financial statement inde objective ennu parayunnathu to ascertain the profit or loss of the company. Adeyapole thanne describe the financial reporting process. Explain the objectives of accounting standard. Pinne nammal adir padichirikkunnathu അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സും. രണ്ടാമത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെന്റ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ സെർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ടു ബി ഫോളോഡ് ടു ഹാവ് യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി, അപ്രോച്ച് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്. ഒരേപോലെ അത് ഉപയോഗപ്പെടുത്താനായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാവരും ഒരേപോലെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഡെഫിനേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡി ഓർ ബൈ ഗവൺമെൻറ് ഓർ അതർ regulatory body covering the aspect of recognition, measurement, treatment, presentation and disclosure of accounting transactions in the financial statement. പിന്നെ അതിൽ പറയുന്നത് what are the main objectives of accounting standard? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇറ്റ് മേക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ മീനിങ്ഫുൾ ആൻഡ് കമ്പയറബിൾ. ഹാർമോണിയസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഓർഡർ ടു എൻഷുർ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. To enable the comparability of financial statement and thereby improve reliability. To remove variations in the accounting policies and practices and also to facilitate interfirm and intrafirm comparison. These are the main objectives of accounting standards. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് വാട്ട് ആർ ദി ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടാണ്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. ബെനിഫിറ്റ്സ് ഒരു 7-8 പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷൻസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. ദെൻ യൂസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് കേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു ദ അക്കൗണ്ടൻസ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ആർ ദി ബെനിഫിറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ആൻഡ് ലിമിറ്റേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട് ചില അക്കൗണ്ടിങ് പ്രോബ്ലംസിന്. ദാറ്റ് സൊല്യൂഷൻസ് ആർ ക്രിയേറ്റ് സം ഇഷ്യൂസ്. പിന്നെ അതേപോലെ തന്നെ സോ ഇറ്റ് ഈസ് ഇൻ റിജിഡ് ഇൻ നേച്ചർ. Accounting standards cannot override the statute and difference in accounting standard are bound to be there because of difference in the legal system and traditions from one country to another. അതാണ് നമ്മൾ ദാറ്റ് ഈസ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ IAS ആണ്. ദറ്റ് ഈസ് IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ്.
ഒരു നോട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് എ നോട്ട് ഓൺ IAS എന്ന് പറയുമ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ദെൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിരിക്കുന്നത് 41ഓളം പോയിൻറ്റ്സ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് ഒന്നതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ IASB ആൻഡ് FASB എന്ന് പറയുന്നുണ്ട്. IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ FASB എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ദെൻ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, അത് ടീച്ചർ എടുക്കണേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് essay ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതിൽ ഡിഫൈൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സാമിൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആവിഷ്കരിച്ചത് എങ്ങനെയാണ്. ASB നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൊരു പോയിൻ്റാണ്. ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ 21 ഏപ്രിൽ 1977 ആരംഭിച്ചിട്ടുള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ്. അതെങ്ങനെയാണ് ആ ബോർഡ് അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒബ്ജക്റ്റീവ്സും കൂടെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. അപ്പോൾ അത്രയാണ് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇനി നെക്സ്റ്റ് അതിൻ്റെ കൺവെർജൻസും അതിൻ്റെ പ്രോസസ്സൊക്കെ നെക്സ്റ്റ് ജാസ്മിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.